ബ്യൂട്ടി ആൻഡ് ദി ബീസ്റ്റ്. രചന ആമി. നിറഞ്ഞ മിഴികൾ അമർത്തി തുടച്ച് ഒരു വട്ടം കൂടി മൊബൈൽ എടുത്തു. ഈ ചായ പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്ക്. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? വെച്ചിട്ട് ഓടി. മറുവശത്ത് നിന്ന് അലർച്ച ഉയർന്ന ചുണ്ടുകൾ വിറച്ചു. വീണ്ടും അനുവാദമില്ലാത്ത എന്നെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇതിപ്പോൾ പതിവായിരിക്കുന്നു. ഒരു കാര്യവുമില്ലാതെ വെറുതെ വഴക്കുണ്ടാക്കുന്നതാണ്. ദേഷ്യവും സങ്കടം ഒരുപോലെ മനസ്സിൽ നിറഞ്ഞു. അരികിൽ സുഖമായി ഉറങ്ങുന്ന അനിയത്തിയെ നോക്കി. ഭാഗ്യവതി. എത്ര സമാധാനത്തോടെ ഉറങ്ങാം. ഒന്ന് സന്തോഷത്തോടെ ഉറങ്ങിയിട്ട് തന്നെ എത്ര നാളായി. എന്നും വഴക്ക് മാത്രം. എപ്പോഴും ഞാനല്ലേ തോറ്റു കൊടുക്കുന്നത്. അച്ചായനൊന്നും മിണ്ടിയാലെന്താ? വല്ലാത്ത പരിഭവം തോന്നി. ചിലപ്പോൾ എന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാവും, സ്നേഹമുള്ള കൊണ്ടാവും ദേഷ്യപ്പെടുന്നത്. എന്നോടല്ലാതെ വേറെ ആരോടാണൊന്ന് മനസ്സുറക്കാൻ കഴിയുക? മനസ്സ് ആശ്വാസം കണ്ടെത്താൻ പഴുതുകൾ തേടി. ഉറങ്ങാനായി കിടന്നിട്ടും ചിന്തകൾ അത്രയും അച്ചായനെ കുറിച്ചായിരുന്നു. ഒരു വട്ടം കൂടി വിളിച്ചു നോക്കിയാലോ? വേണ്ട, ചിലപ്പോൾ ഇഷ്ടാവില്ല. പിറ്റേന്ന് ക്ലാസ്സിൽ പോകാനായി റെഡിയാവുമ്പോൾ അച്ചായന് ഇഷ്ടാവുമെന്ന് തോന്നിയ വസ്ത്രം തന്നെ എടുത്തണിഞ്ഞു. ഭദ്രകുട്ടി, എങ്ങനെയുണ്ടെന്നെ കാണാൻ? അമ്മയെ കണ്ടതും കവിളിലൊന്ന് മുത്തി ചിരിയോടെ ചോദിച്ചു. ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ ദേവ്. എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? ഏയ് ഇല്ലമ്മ. നിന്റെ ഇന്റേൺഷിപ്പിനെ കുറിച്ച് ആലോചിക്കേണ്ടേ ദേവു? അമ്മയുടെ ചോദ്യം കേട്ടതും മുഖം വാടിയിരുന്നു. തലേന്ന് അച്ചായനുമായി വഴക്കുണ്ടാക്കിയത് പോലും ഈ ഒരു കാര്യത്തെ ചൊല്ലിയാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ബാംഗ്ലൂരിൽ ചെയ്യണമെന്ന്. പക്ഷെ അച്ചായനത് ഇഷ്ടമല്ല. എൻ്റെ കാര്യത്തിൽ ശരിക്കും പൊസസീവാണ്. ആൺകുട്ടികളോട് ഇടപെടുന്നോ അച്ചായനെ ഇഷ്ടപ്പെടാതെ ചെയ്യുന്നോ ഒന്നും ഇഷ്ടമല്ല. ബാംഗ്ലൂരിലെ നിനക്ക് താല്പര്യം? മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ടാണോ? അമ്മ വീണ്ടും ചോദിച്ചു. അതെ അമ്മേ. അമ്മ എപ്പോഴും എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. എൻ്റെ ആഗ്രഹങ്ങൾക്ക് മേൽ ഒരിക്കൽ പോലും ഒരു വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല. അച്ഛനേക്കാൾ എന്നെ മനസ്സിലാക്കിയതും അമ്മയാണ്. വിവാഹത്തിന് ശേഷം സ്വന്തമായി കഷ്ടപ്പെട്ട് അമ്മ ഗവൺമെൻറ് ജോലി നേടി. അമ്മ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം. അമ്മയോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോഴും മനസ്സ് നിറയെ അച്ചായനെ ഇങ്ങനെ സമ്മതിപ്പിച്ചെടുക്കാമെന്ന ചിന്തയായിരുന്നു. ഇന്ന് ദേഷ്യമൊന്നും കാണിക്കാതെ വന്നാൽ മതിയായിരുന്നു. ദേവ്, ഇന്നലെ സുന്ദരിയായിട്ടുണ്ടല്ലോ. നിന്റെ ഈ ചായ വരുന്നുണ്ടോ? സ്റ്റാൻഡിലെത്തിയും ഫ്രണ്ട് അന്ന പറഞ്ഞു കേട്ടൊന്ന് ചിരിച്ചു. ആടി, ഇന്ന് വരുന്നുണ്ട്. നിന്റെ കണ്ണൊക്കെ വീർത്തിരിക്കാണല്ലോ. നീ ഇന്നലെ കരഞ്ഞോ? ചേട്ടായിട്ട് വഴക്കുണ്ടാക്കിയോ? കണ്ണ് കൂർപ്പിച്ചുള്ള അവളുടെ നോട്ടത്തിലൊന്ന് പതിരെങ്കിലും ചെറുതായി ചിരിച്ചു കാണിച്ചു. ലൈക്ക് ആൾവേസ്. ഓഹോ, എൻ്റെ ദേവു, അറിയാൻ വയ്യാണ്ട് ചോദിക്കുക. ഇതാണോ പ്രണയം? എപ്പോഴും വഴക്ക് തന്നെ. ഇങ്ങനെ നിന്നെ എപ്പോഴും വിഷമിപ്പിച്ചിട്ടാണോ പ്രണയിക്കുന്നത്? നിങ്ങൾ കൊണ്ട് ഞാൻ തോറ്റു. ദേഷ്യത്തോടെ അന്നെ പറയുമ്പോൾ വല്ലാത്ത അസ്വസ്ഥത തോന്നി. അച്ചായനെ കുറിച്ച് ആരും കുറ്റം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്നോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാവും ദേഷ്യപ്പെടുന്നത്. എടി, അച്ചായൻ എന്നുള്ള സ്നേഹം കൂടുതൽക്കാരാണ് ഈ ദേഷ്യമൊക്കെ. ആ കുടുംബത്തിലെ ഉത്തരവാദിത്തമെല്ലാം ഏറ്റെടുത്ത് നടത്തുന്നതൊക്കെ അച്ചായനല്ലേ. അപ്പോൾ ദേഷ്യപ്പെടാനാണെങ്കിലും വിഷമില്ലാൻ പറയാനാണെങ്കിലും ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടാ അച്ചായൻ അനുകൂലിച്ച് ഞാൻ പറയുന്ന കേട്ട് അന്ന മുഖം തിരിച്ചു. കുറ്റങ്ങളും കുറവുകളില്ലാത്ത മനുഷ്യരില്ലല്ലോ. പിന്നെയൊന്നും അവൾ പറഞ്ഞില്ല. അവൾക്കറിയാം അച്ചായനെ കുറിച്ചൊന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന്. ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുമ്പോൾ അച്ചായനെ ഒരിക്കൽ കൂടി വിളിച്ചു. എവിടെ? വാശിയുടെ കാര്യത്തിൽ അച്ചായൻ എന്നേക്കാൾ മുന്നിലാണ്. ഞാനും വാശിക്കാരിയായിരുന്നു. എല്ലാവർക്കും മുമ്പിൽ തർക്കി ജയിക്കാൻ നല്ല മിടുക്കാണ്. ആദ്യമായി അവസാനമായി തോറ്റുകൊടുത്തതും അങ്ങേർക്ക് മുമ്പിലാണ്. എന്നിട്ടും എന്നെ മനസ്സിലാക്കുന്നില്ല. +1 പഠിക്കുമ്പോൾ ഒരു മിസ്ഡ് കോളിൽ നിന്ന് തുടങ്ങിയ പ്രണയമാണ്. പഴയ ഓർമ്മകളിൽ അതരങ്ങളിൽ പുഞ്ചിരി വിരിഞ്ഞിരുന്നു. വൈകിട്ട് ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുമ്പിലായി എന്നെയും കാത്തിരിക്കുന്ന അച്ചായനെ കണ്ടതും സന്തോഷം പാരമ്യത്തിൽ എത്തിച്ചേർന്നിരുന്നു. കൊച്ചപ്പ് വന്നു. ഒരുപാട് നേരം വന്നിട്ട് എന്നെ പറ്റിച്ചാണല്ലേ, വരില്ല എന്ന് പറഞ്ഞ്. ചുറ്റുമുള്ളതെല്ലാം മറന്ന അച്ചായൻ്റെ മുഖം കൈക്കുമ്പിളിലെടുത്ത് ചോദിച്ചു. തിരികെ മറുപടിയൊന്നും ലഭിക്കാതെ വന്നതും ആ മുഖത്തേക്ക് നോക്കി. നിനക്ക് ഈ ഡ്രസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ? ദേഷ്യത്തിൽ മുഖം തിരിച്ച് പറയുന്ന കേട്ടപ്പോൾ സന്തോഷമെല്ലാം നഷ്ടപ്പെട്ട പോലെ തോന്നി. ഈ ഡ്രസ്സിന് എന്താ വെച്ചാൽ കുഴപ്പം? കൊച്ചുവിന് ഇഷ്ടപ്പെട്ടല്ലേ, അതുകൊണ്ടാണ് ഞാനിതിട്ട്. എല്ലാവരും പറഞ്ഞല്ലോ നല്ലതാണെന്ന്. ഓ, നിനക്ക് ആ ഷോളെങ്കിലും ഇട്ടുകൂടായിരുന്നോ? ഒന്നും വരുന്നുണ്ടോ ദൈവം? ഒന്നും മിണ്ടാൽക്കുന്ന കണ്ടിട്ടാണോ വീണ്ടും പറഞ്ഞു. ഒന്ന് ആലോചിച്ചതിന് ശേഷം അച്ചായൻ്റെ ബൈക്കിൻ്റെ പിന്നിൽ കയറി. നല്ലൊരു ദിവസമായിട്ട് എന്തിനാ കൊച്ചു ഈ ദേഷ്യം? ചോദിക്കുമ്പോൾ വല്ലാതെ സങ്കടം തോന്നി. 2 മാസം കൂടി ഇന്നാണൊന്ന് കാണുന്നത്, എന്നിട്ടും ദേഷ്യം തന്നെ. മോനെ അലക്സേ, നിന്റെ ഈ ദേഷ്യമൊക്കെ സഹിക്കുന്നതിന് എനിക്ക് വല്ല അവാർഡും തന്നെ. വേറെ ആര് സഹിക്കും എന്നെ പോലെ? പുഞ്ചിരിയോടെ വയറിൽ ചുറ്റിപ്പിടിച്ച് ഒന്നുകൂടി ചേർന്നിരുന്നു. കൊച്ചു, ഇങ്ങനെ മിണ്ടാണ്ടിരിക്കല്ലേ പ്ലീസ്. അച്ചായൻ പറയുന്നൊക്കെ ഞാൻ കേട്ടിട്ടില്ലേ, പിന്നെ എന്തിനായി പിണക്കം? ബേക്കറിയിൽ ഇരിക്കുമ്പോഴും ദേഷ്യത്തിൽ മുഖം തിരിച്ചിരിക്കുന്നതുകൊണ്ട് ദയനീയമായി ചോദിച്ചു. ഓ, ഞാൻ പറയുന്നെല്ലാം കേൾക്കുന്നുണ്ടല്ലോ. പിന്നെ നിനക്കെന്താ ബാംഗ്ലൂർ തന്നെ പോകണമെന്ന് ഇത്ര വാശി? നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ഭദ്രയ്ക്ക് എല്ലാത്തിനും സമ്മതമാണല്ലോ. ദേ അലക്സേ, എൻ്റെ അമ്മയെ പറഞ്ഞാലുണ്ടല്ലോ, ദേഷ്യം വന്ന അച്ഛനെ അമ്മയും കുറ്റപ്പെടുന്ന അച്ഛൻ്റെ സ്ഥിരം പരിപാടിയാ. പറഞ്ഞാൽ നീ എന്ത് ചെയ്യടി പോളെ? നിർത്താ പറയുന്ന കേട്ടപ്പോൾ കാതുകൾ മൂടി. എവിടുന്നാണാവോ ഈ തെറിവാക്കുകൾ വരുന്നത്? ഒന്നും മിണ്ടാണ്ടിരിക്കുന്ന കണ്ടപ്പോൾ ആളും നിർത്തി. വല്ലാത്ത സങ്കടം തോന്നി. കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. എത്ര നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. എന്നിട്ടും വീട്ടിലെത്തുമ്പോഴും പിണക്കം മാറിയുന്നില്ല. ദേവു, നിനക്കറിയില്ലേ, എനിക്ക് ദേഷ്യപ്പെടാനാണെങ്കിൽ കൂടി നീയല്ലേ ഉള്ളൂ. പെട്ടെന്ന് എനിക്ക് ബാംഗ്ലൂർ പോകാനുള്ള വാശി ഇന്നത്തെ ഡ്രസ്സെല്ലാം കണ്ടപ്പോൾ ആ ഭ്രാന്തെടുത്ത പോലെയായിരുന്നു. സോറി.
രാത്രിയുള്ള പതിവ് വാക്കുകളാണ്. ഈ വാക്കുകളിലാണ് ഞാൻ വീഴുന്നത്. എന്നോടുള്ള സ്നേഹക്കൂടുതലുണ്ടാവും. വീണ്ടും മനസ്സ് അച്ചായനായി പുലമ്പി. അരികിൽ മുഖം വീർപ്പിച്ചിരിക്കുന്ന കാത്തുവിനെ നോക്കി. അനിയത്തിയാണ്. അവൾക്ക് പണ്ടേ ഈ റിലേഷൻ ഇഷ്ടമല്ല. ടോക്സിക് റിലേഷന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഞാനും അച്ചായനോടെന്നാണ് അവൾ വാദിക്കുന്നത്. പക്ഷേ പ്രണയം മനസ്സിന് അത്രമേൽ സ്വാധീനം ചെലുത്തിയതിനാലാവും കാത്തുവിൻ്റെ അന്നയുടെയും വാക്കുകൾ അംഗീകരിക്കാനും കഴിയാത്തത്. ദിവസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ വേഗത്തിൽ ഓടി മറഞ്ഞു. എന്നും വാക്കുകളാൽ എന്നെ മുറിപ്പെടുത്തുന്നത് അച്ചായനൊരു ഹരമായിരുന്നു. ഇടയ്ക്കൊക്കെ എനിക്കും മടുപ്പ് തോന്നി തുടങ്ങിയിരുന്നു. അപ്പോഴും അച്ചായൻ്റെ സ്നേഹത്തോടെയുള്ള വാക്കുകളിൽ മയങ്ങും. രാത്രികളിൽ ഉറക്കം നഷ്ടമായി ഞാൻ കരഞ്ഞു തീർത്തു. ഒത്തിരി ആഗ്രഹത്തോടെ പഠിച്ച എക്സാമിന് പോലും പരാജയപ്പെട്ടു. +2-ന് 94% മാർക്കോടെ പാസ്സായ ആളാണ്. സ്വയം പുച്ഛം തോന്നി തുടങ്ങിയിരുന്നു. വീണ്ടും ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്തു. കോവിഡ് പിടിമുറുക്കിയതിനാൽ തന്നെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു കൂടുതൽ. അങ്ങനെ ഒരു ദിവസം ഫൗണ്ടേഷന് പഠിക്കുമ്പോൾ പരിചയപ്പെട്ട എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ കിച്ചുവിൻ്റെ ബർത്ത്ഡേ അടുത്തിരുന്നു. ഇൻസ്റ്റയിലും FBയിലും പോസ്റ്റ് ഇട്ടു. ഫോട്ടോസ് നോക്കുമ്പോഴായിരുന്നു അച്ചായൻ വിളിച്ചത്. കൊച്ചു. ശബ്ദത്തിൽ പ്രണയം കലർന്നു. കൊഞ്ചൽ നിറഞ്ഞ ശബ്ദം കേട്ടിട്ടും തിരികെ മറുപടിയൊന്നും നൽകിയില്ല. അച്ചായ ഡി പുനർ മോളെ എല്ലായിടത്തും പോസ്റ്റ് ഇടാനൊക്കെ നിന്റെ ആരടി അവൻ. ദേവിക മര്യാദക്ക് നീ ഡിലീറ്റ് ചെയ്തോ? ദേഷ്യത്തിൽ വിറച്ചുകൊണ്ട് അച്ചായൻ പറയുമ്പോൾ ഞെട്ടി ഉണർന്നു. കിച്ചുവിന് അച്ചായന് ഇഷ്ടമല്ല. കിച്ചുവിനെ എന്നല്ല, എപ്പോഴും ഫ്രണ്ട്സിൽ നിന്നെല്ലാം ഒരു നിശ്ചിത അകലം പാലിക്കണമെന്ന് അച്ചായൻ പറയാറുണ്ട്. ആൺകുട്ടികളെ പ്രത്യേകിച്ചും. എന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാവുമെന്ന് വിചാരിച്ചു. മനഃപൂർവ്വം തന്നെ എതിർക്കാറില്ല. കിച്ചുവിൻ്റെ പേര് വിളിച്ച് പണ്ടും ചീത്ത പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഞാൻ ക്ഷമിച്ചിട്ടേ ഉള്ളൂ. രണ്ടുപേരിൽ ഒരാൾ ക്ഷമിച്ചാലല്ലേ ആ ബന്ധം നിലനിൽക്കുകയുള്ളൂ. ഇല്ല, ഞാൻ റിമൂവ് ഇല്ലേ ചായ. എവിടുന്ന കിട്ടിയ ധൈര്യത്തിൽ അങ്ങനെ പറയുമ്പോഴും ഉള്ളിലൊരു ഭയം നിറഞ്ഞു. മര്യാദക്ക് ഡിലീറ്റ് അല്ലെങ്കിൽ വേണ്ട, ഞാൻ ചെയ്തോളാം. അച്ഛാ പ്ലീസ്, എന്തിനെന്നെ എപ്പോഴും ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ആ ഫോട്ടോ അവിടെ നിർത്തടി പോയിന്റ് മോളെ. ഞാൻ പറയുന്നിട്ടില്ലെങ്കിൽ ഇപ്പൊ ഈ നിമിഷം നിന്റെ ബർത്ത്ഡേയുടെ ഫോണിലേക്ക് നമ്മൾ ഒരുമിച്ചുള്ള എല്ലാ ഫോട്ടോസ് എത്തും. വേണോ? ഭീഷണി നീലിച്ച സ്വരം. അച്ഛൻ എന്താ ഇങ്ങനെ? ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ പോലുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ? മനസ്സാകെ ഭയം നിറഞ്ഞു. ഫോട്ടോസ് എല്ലാം അമ്മയുടെ കയ്യിലെത്തിയാൽ വിറയൽ ശരീരത്തെ തളർത്തി. പേടിയുടെ കാരണം കാത്തു ചോദിച്ചപ്പോൾ അവളോട് മാത്രം പറഞ്ഞു, ഇഫ് യു ആർ നോട്ട് കോൺഫിഡൻറ്റ് ഓഫ് അവർ ഫ്രീഡം ദെൻ വി ആർ നോട്ട് ഫ്രീ. സൽമാൻ റുഷ്ദിയുടെ വാക്കുകളാണ്. ഇത് പഠിച്ചപ്പോൾ മുതൽ എനിക്ക് നിന്നെയാണ് ഓർമ്മ വന്നത്. ഇത് അടിമത്താണ് ദേവു. അയാൾ പറയുന്നതൊക്കെ നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കും. മായികമായ ഒരു സന്തോഷവലയത്തിൽ നിന്നെ തളച്ചിട്ടിരിക്കുകയാണ് അയാൾ. പൊട്ടിച്ചെറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഭേദിക്കാനാവില്ല. കുറേ ആയാലും സഹിക്കാൻ തുടങ്ങിയിട്ട്. നിന്റെ സന്തോഷ ലെവലത്തിൽ നിന്ന് ഓർത്താ ഞാൻ ഇത്രയും കാലം ഒന്നും പറയാതിരുന്നു. നീ തന്നെ പറയും, ഒരിക്കലെങ്കിലും മനസ്സോളം ചിരിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇതാണോ പ്രണയം? പ്രായത്തിൽ 4 വയസ്സിന് ഇളയതാണെങ്കിലും പക്വതയിൽ എൻ്റെ ചേച്ചിയാണവൾ. ആ വാക്കുകളിലൊന്ന് പതറിയെങ്കിലും അച്ചായനെ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. എല്ലാം വലിച്ചെറിയണമെന്നുണ്ട്, പക്ഷെ അതിനും കഴിയുന്നില്ല. ഫോണെടുത്ത് വീണ്ടും ഇച്ചായനെ വിളിച്ചു. എടുത്തില്ല. വാട്സാപ്പിൽ എന്നെ ബ്ലോക്ക് ചെയ്തു. ഉറക്കം നഷ്ടമായി. സങ്കടത്താൽ ഉള്ളം വിങ്ങി. ഒരാഴ്ച എന്നെ വിളിച്ചില്ല. ഞാൻ മരിച്ചോ ജീവനോടെ ഉണ്ടോ എന്ന് അറിയാൻ പോലും വിളിച്ചില്ലല്ലോ. ഈ വ്യക്തിയെ ഞാനെന്തിനാണ് എല്ലാവരുടെയും എതിർപ്പിനെ പോലും മറികടന്ന് സ്നേഹിച്ച്? വേണ്ടിയിരുന്നില്ല ഒന്നും. പ്രണയിക്കാനും വേണ്ട എന്ന് തോന്നുമ്പോൾ പ്രണയം വലിച്ചെറിയാനും ആത്മഹത്യ ചെയ്യുന്നതിനേക്കാൾ ധൈര്യം വേണമെന്ന മാധവിക്കുട്ടിയുടെ വാക്കുകളാണ് ഓർമ്മ വന്നത്. അതെ, വലിച്ചെറിയണം. വേദന മാത്രം പകരുന്നൊരു ബന്ധം എനിക്ക് എന്തിനാണ്? മനസ്സിൽ ഉറച്ചൊരു തീരുമാനമെടുത്തു. നാളുകൾക്ക് ശേഷം അലക്സിന്റെ കോൾ കണ്ട് അത്ഭുതം തോന്നി. ദേവു സോറി ഡി, പെട്ടെന്ന് ആ ഫോട്ടോ കണ്ടപ്പോൾ നിനക്കറിയില്ല എന്നെ. നിന്നുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാ. അതുകൊണ്ടാവും ജീവനോടുണ്ടോ എന്ന് അറിയാൻ പോലും വിളിക്കാണ്ടിരുന്നു. വേണ്ട അലക്സേ, ന്യായീകരിക്കാൻ ശ്രമിക്കേണ്ട. ഇനി ഈ ഭീഷണിയും കുറ്റപ്പെടുത്തലും ദേഷ്യവും സഹിച്ച് അനാവശ്യമായിട്ട് വിഷമിക്കാൻ വയ്യ. എനിക്ക് സമാധാനമായിട്ട് ജീവിക്കണം. ഇത്രയും കാലം പ്രണയാണെന്ന് കരുതി, നിങ്ങൾക്കെന്നെ ജീവനാണല്ലോ എന്ന് കരുതി എല്ലാം ക്ഷമിച്ചു. ഇനിയും വയ്യ. വാക്കുകളിൽ വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു. ഇനിയും നിങ്ങളായിട്ട് ഒത്തുപോകാൻ എനിക്ക് കഴിയില്ല. പിരിയാം എന്ന് നീക്കുവായി. ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് അലക്സേ. ദേവു, ഞാൻ നിനക്കെന്നെ അറിയില്ലേടി. വീണ്ടും ന്യായീകരിക്കാൻ ശ്രമിച്ചു. കാത്തു ഫോൺ പിടിച്ചു വാങ്ങി കോള് കട്ട് ചെയ്തിരുന്നു. ആ നമ്പർ ബ്ലാക്ക് ലിസ്റ്റ് ഇടുന്നു എന്ന് നീക്കുമായി ആ നമ്പർ ഡിലീറ്റ് ചെയ്യുന്നതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഇനി ഒരിക്കലും ഈ ബന്ധം തുടരില്ലെന്ന് അവൾക്ക് വാക്ക് നൽകുമ്പോഴും നെഞ്ച് വിങ്ങുന്നുണ്ടായിരുന്നു. 1 വർഷത്തിന് ശേഷം പഴയതെല്ലാം ആലോചിക്കുമ്പോൾ ഇപ്പോൾ ചിരിയാണ് വരുന്നത്. ബാംഗ്ലൂർ എല്ലാ സ്വാതന്ത്ര്യത്തോടെ ഇന്റേൺഷിപ്പ് ചെയ്യുകയാണ്. ആദ്യമൊക്കെ വലിയ വിഷമമായിരുന്നു. ഇന്ന് ലഭിക്കുന്ന സ്വാതന്ത്ര്യം ഓർക്കവേ അലക്സിനായി വാദിച്ച ദേവികയോടും അവളുടെ വിവേകമില്ലായ്മയോടും പുച്ഛവും തോന്നുന്നു. ഇതുപോലെ എത്രയെത്ര പെൺകുട്ടികൾ ഇന്നും ബന്ധനമാണെന്നറിയാതെ പ്രണയമെന്ന ധാരണയിൽ കലിപ്പന്മാർ തീർക്കുന്ന മായിക ലോകത്ത് നീറുന്നുണ്ടാവും. ഇപ്പോൾ സാധാരണമാണ് തോന്നുന്നു. കഴിയുന്നിടത്തോളം അറിയാവുന്ന കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. കലിപ്പന്റെ കാന്താരി എന്ന വിശേഷണം അലങ്കാരമല്ലെന്നും അതൊരു ബന്ധനമാണെന്ന തിരിച്ചറിവും എല്ലാ പെൺകുട്ടികൾക്കും ലഭിച്ചിരുന്നെങ്കിൽ എത്ര നന്നാവുമായിരുന്നു.